ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. വലുപ്പമുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുമ്പോൾ കളർ ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും എടുക്കരുത്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ താഴ്വശം കവർ ചെയ്യാനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് അതേ അളവിൽ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം അതിൻ്റെ രണ്ട് സൈഡും എന്തെങ്കിലും കളർ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. ഞാനിപ്പം ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഡോള് ഒട്ടിച്ചു കൊടുക്കാം. ഡോളിന് പകരം ചെറിയ ഫ്ലവർ യൂസ് ചെയ്തും നമുക്ക് ചെയ്യാം. അപ്പോഴും ഭംഗിയുണ്ടാവും. അതിനുശേഷം ഞാൻ അതിന് ചുറ്റും കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കാർഡ്ബോർഡിൻ്റെ അരികിൽ കൂടി വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇത് നന്നായി ഒട്ടിച്ച ശേഷം ആ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റെഡ് റിബൺ അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗോൾഡൻ്റെ ത്രെഡും കൂടി ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗോൾഡൻ്റെ ത്രെഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേ ത്രെഡ് തന്നെ നമുക്ക് താഴ്ഭാഗത്തും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് റെഡ് റിബൺ എടുത്തു. വീതിയുള്ള റിബൺ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും കേട്ടോ. എൻ്റെ കയ്യിൽ വീതിയുള്ള റിബൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീതി കുറഞ്ഞത് എടുത്തതേ ഉള്ളൂ. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരേ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്ത ശേഷം അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ എല്ലാ പീസും റൗണ്ടിൽ ഒട്ടിച്ചെടുത്ത ശേഷം നമ്മളതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കുക. സെൻറ്റർ ഭാഗം മാത്രം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചെടുത്ത എല്ലാ പീസും ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക.
ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ചെറിയൊരു ഫ്ലവർ എടുത്തിട്ട് ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് താഴെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.